ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം കേൾക്കുമ്പോൾ ചിലർക്ക് ഇച്ചിരി സബ്സ്റ്റാൻഡേർഡായിട്ട് തോന്നിയേക്കാം. പക്ഷെ അതിനകത്ത് ഒരു വലിയ സന്ദേശമുള്ളത് കൊണ്ടാണ്, ചില സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇങ്ങനെയൊരു ശീർഷകം കൊടുത്തത്. നിന്റെ ഗ്യാസിന് മണമില്ലേ? ആര് ഗ്യാസ് വിട്ടാലും അതിൻ്റേതായിട്ടുള്ള ദുർഗന്ധമുണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതെന്തുകൊണ്ടാണ് നമുക്ക് സഹിക്കാൻ പറ്റുക? വേറൊരാളുടെ ആണെങ്കിൽ ദുസ്സഹമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവനവൻ്റെ ഗ്യാസ് അത് സഹിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. കാരണം മറ്റുള്ളവർ മുഖാന്തരം നമുക്ക് അവരുടെ തെറ്റുമൂലം സഹനങ്ങൾ വന്നേക്കാം, അവരുടെ കുറവുകൾ മൂലം സഹനങ്ങൾ വന്നേക്കാം. അത് മധുരമായി തോന്നണമെങ്കിൽ അന്യരെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടാലേ പറ്റത്തുള്ളൂ. അന്യരെയും സ്വന്തമായിട്ട് കാണാൻ പറ്റിയാൽ അവരുടെ കുറവുകൾ, അവരുടെ തെറ്റുകൾ അതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള വലിയൊരു മനസ്സ് നമുക്കുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, 2 സംഭവങ്ങൾ. അതിലൊന്ന്, ഒരു സ്ത്രീയെ ഭർത്താവ് വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. അതിൻ്റെ കാരണം വണ്ടിക്കകത്തിരുന്ന് അവരറിയാതെ ഒരു ഗ്യാസ് പോയതോ അറിഞ്ഞുകൊണ്ട് വിട്ടതാണോ നമുക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിൻ്റെ ആ ഒരു ദുർഗന്ധം വന്നപ്പോഴേ പുള്ളി വണ്ടി നിർത്തി, പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ പറഞ്ഞു. പുള്ളിക്കാരത്തിക്ക് അറിയില്ലായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പുള്ളി വണ്ടി വിട്ടുപോയി. ഈ പുള്ളിക്കാരത്തി പിന്നെ നടന്ന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. ഒരുപക്ഷെ ഇത് ചെയ്ത ഈ വ്യക്തി തന്നെ ആയിരുന്നപ്പോഴത്തേക്കും പല പ്രാവശ്യം വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെ സഹിക്കാൻ പറ്റി. ഇത് അന്യൻ്റേതായതുകൊണ്ടാണ് അത് സഹിക്കാൻ പോലും പറ്റാതെ അങ്ങനെ ഒരു ക്രൂരത പോലും പ്രവർത്തിക്കാൻ ഇടയായത്. വേറൊരു സംഭവം, ഒരു ഗ്രൂപ്പ് ടൂർ പോയതാണ്. ഞാനും ഉണ്ടായിരുന്നു ആ കൂടെ. ഈ പല ടൈപ്പ് ആൾക്കാർ, പിള്ളേർ, കൊച്ചു പിള്ളേർ, എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ അവർ വന്നപ്പോൾ ഇനി അതിൽ ഒരു സംഭവം ഉണ്ടായത് എയർപോർട്ടിലാണ്. ഇവരുടെ കയ്യിലിരുന്ന കുഞ്ഞ് അത് അപ്പിയിട്ടു. കാരണം അടുത്ത് നിന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി അതിൻ്റെ ആ ഒരു ദുർഗന്ധം വന്നപ്പോഴേ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ മാറി. അപ്പോൾ അവർക്കൊരു ദുസ്സഹമായിട്ട് തോന്നി. പക്ഷേ ഞാൻ കണ്ട ഒരു കാര്യം, ആ കൊച്ചിൻ്റെ അമ്മ അവർ സൂചിപ്പിച്ച ഒരു കാര്യം, എൻ്റെ പൊന്നുമോൻ അപ്പിയിട്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പം വരാം. ഈ അമ്മയ്ക്ക് ആ ഒരു ദുർഗന്ധം അത് അസഹനീയമായിട്ട് തോന്നിയില്ല. പക്ഷേ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ മാറി. നോക്കി, സ്വന്തം കുഞ്ഞ് അപ്പിയിട്ടിട്ട് പോലും അത് ആ കുഞ്ഞിനെ ക്ലീൻ ചെയ്ത് അത് സന്തോഷത്തോടെ ചെയ്യുന്ന അമ്മയെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്യരെ അന്യരായി കാണുന്നിടത്തോളം കാലം അവരുടെ കുറവുകൾ നമുക്ക് സഹിക്കാൻ പറ്റുമെന്ന് വരില്ല. അന്യരെ സ്വന്തമാക്കാൻ പറ്റിയ, സ്വന്തമായിട്ട് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ മുഖാന്തരം വരുന്ന സഹനങ്ങൾ മധുരമായി തോന്നും എന്നുള്ളത് ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, യേശുവിൻ്റെ മനോഭാവം ധരിച്ചവരുടെ സ്വഭാവത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത കാണാൻ പറ്റും. യേശുവിൻ്റെ മനോഭാവം ധരിച്ചാലേ മറ്റുള്ളവരെ നമുക്ക് സ്വന്തമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്നെ കാണുന്നത് പോലെ തന്നെ എനിക്ക് അവരെയും കാണാൻ സാധിക്കും. എന്നെ എടുക്കുന്നത് പോലെ തന്നെ എനിക്ക് അവരെ എടുക്കാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ടല്ലോ, ലൂക്കായുടെ സുവിശേഷം 6:31 വായിക്കുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറണം. അപ്പോഴാണ് നമുക്ക് ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയരാൻ സാധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് എന്ന് നമുക്കറിയാം. ദൈവം മനുഷ്യർക്ക് വേണ്ടി ചെയ്ത ചില കാര്യങ്ങൾ അറിയണമെങ്കിൽ യെശയ്യാ 53:4 മുതൽ ഒന്ന് വായിച്ചാൽ മതി. യെശയ്യാ 53:4 മുതൽ, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു, നമ്മുടെ ദുഃഖങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേറ്റു. നമുക്ക് വേണ്ടി കർത്താവ് ഏറ്റെടുത്ത കാര്യങ്ങൾ അതാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. യേശുവിൽ നിറവേറാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടതാണ് ഇവിടെ നമ്മൾ കാണുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ മാറണമെങ്കിൽ, യഥാർത്ഥ ദൈവമക്കളായി മാറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ദൈവവചനം കൃത്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മർക്കോസ് 10:38 മുതൽ വായിക്കുമ്പോൾ, മർക്കോസ് 10:38 മുതൽ യേശു സബദീപുത്രന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ? പറ്റും എന്നവർ പറഞ്ഞു. അത് നടക്കുകയും ചെയ്തു. അപ്പം അങ്ങനെയെങ്കിൽ ശരിക്കും യേശുവിൻ്റെ മനോഭാവം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ യേശു ചെയ്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി, അവൻ ചെയ്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റും. ആ സഹനം നമുക്ക് മധുരമായിട്ട് അനുഭവപ്പെടും. യോഹന്നാൻ 15:18 മുതൽ വായിക്കുമ്പോൾ കർത്താവ് സൂചിപ്പിച്ചൊരു കാര്യം, ലോകം എന്നെ ദ്വേഷിച്ചു, അതുകൊണ്ട് ലോകം നിങ്ങളെയും ദ്വേഷിക്കും. ഞാൻ ലോകത്തിൻ്റേതല്ലാത്തത് കൊണ്ട് ലോകം എന്നെ ദ്വേഷിച്ചു. നിങ്ങൾ എൻ്റെ സ്വന്തമായിരുന്നാൽ ഉറപ്പായിട്ടും ലോകം നിങ്ങളെ ദ്വേഷിക്കും, ലോകം നിങ്ങളെ പീഡിപ്പിക്കും. അത് പ്രതീക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകണം. അങ്ങനെ പോകുന്നവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗ്യാസ് ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ വിട്ട ഒരു ഗ്യാസിൻ്റെ പേരിൽ അത്രയും വലിയൊരു പ്രശ്നമുണ്ടാക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അന്യരിൽ ദൈവത്തെ കാണാൻ പറ്റുമ്പോഴാണ്
ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവുക. ചിലരെ സംബന്ധിച്ചിടത്തോളം അവര് പള്ളിയിൽ വെച്ച് ദൈവം പ്രത്യക്ഷപ്പെടുവോ അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിൽ കർത്താവ് നമ്മളിലേക്ക് വരുന്നതോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അവർ അംഗീകരിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയിൽ ദൈവസാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിയിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമാകുക, അവൻ്റെ തെറ്റ് ക്ഷമിക്കാൻ പറ്റുക, കുറവ് സഹിക്കാൻ പറ്റുക എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. മർക്കോസ് 12:30 വായിച്ചാൽ സുപ്രധാന കൽപ്പന, അതിൻ്റെ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ദൈവത്തെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. 1 യോഹന്നാൻ 4:20 വായിച്ചാലോ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവർ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വ്യാജമാണ്. കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ. മത്തായി 25:40 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എളിയ സഹോദരങ്ങളിൽ ഒരാൾക്ക് ഇത് നീ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അവരോട് ക്ഷമിക്കുമ്പോൾ, അവരെ സ്നേഹിക്കുമ്പോൾ, അവരെ സഹായിക്കുമ്പോൾ, അവരെ പരിഗണിക്കുമ്പോഴെല്ലാം ഇത് എൻ്റെ നാമത്തിൽ നീ ചെയ്യുന്നൊരു കാര്യമാണ് എന്നുള്ളത് വിസ്മരിക്കരുത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. വിശുദ്ധ ഫൗസ്റ്റീന, വിശുദ്ധ മാർട്ടിൻ, വാഴ്ത്തപ്പെട്ട ജോർഡൻ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ദൈവം പ്രത്യക്ഷപ്പെട്ട് നന്ദി പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. എപ്പോഴാ? അവരൊക്കെ പാവപ്പെട്ടവരിൽ ദൈവത്തെ കണ്ടു. എന്നിട്ട് അവരെ സ്നേഹിക്കാൻ, അവരെ സഹായിക്കാൻ തയ്യാറായപ്പോൾ കർത്താവ് തന്നെ വന്ന് അവർക്ക് താങ്ക്സ് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അവസാനമായിട്ട് ഒരു കാര്യം വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മൾ സ്നേഹത്തിൽ വളരണം. ഒരു അറ്റപ്പറ്റയുള്ള സ്നേഹവുമായിട്ട് നടന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സ്നേഹത്തിൽ വളരണം. എഫേസസ് 3:17 സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കുക. 1 തെസ്സലോനിക്ക 4:10 സ്നേഹത്തിൽ ഉത്തരോത്തരം വളരുക. എഫേസസ് 4:16 ഇവിടെ ശരീരം മുഴുവൻ ദൈവസ്നേഹത്തിൽ രൂപപ്പെടണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധ്യമായാൽ ഇവിടെ പറഞ്ഞ ഈ ഒരു സന്ദേശം നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ എളുപ്പമാകും. സഹനം മധുരമായി മാറുന്ന അനുഭവം നമുക്കുണ്ടാകും. അതിന് നമുക്ക് ആഗ്രഹിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.